ആദ്യ താളത്തെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അടുത്തത് ആദ്യ താളം എങ്ങനെയാണ് ഇടുന്നത് എന്ന് നോക്കാം. 8 അക്ഷരമാണ് ആദ്യ താളത്തിൽ ഉള്ളത്. ആദ്യമേ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിലോട്ട് അടിച്ച് ഓരോ വിരലിലായിട്ടാണ് താളം ഇടേണ്ടത്. ശരിക്കും ചമ്രം പൂട്ടിയിരുന്ന് വലത്തെ തുടയിലാണ് താളം ഇടേണ്ടത്. ഇപ്പോൾ നമുക്ക് അസൗകര്യമായതുകൊണ്ടാണ് ഇങ്ങനെ താളമിടുന്നത്. ആദ്യമേ നമുക്ക് അതിൻ്റെ നമ്പർ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം സപ്തസ്വരം പാടി നോക്കാം. 8 അക്ഷരമാണ് ആദ്യ താളത്തിലുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8 അക്ഷരം. ആദ്യമേ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിലോട്ട് 5 വിരലും വെച്ച് അടിക്കുക. 1, പിന്നെ അതിനുശേഷം ചെറിയ വിരൽ 2, അതിൻ്റെ അടുത്ത വിരൽ 3, അതിൻ്റെ അടുത്ത വിരൽ 4, നടുക്കിലത്തെ വിരൽ വരെ എണ്ണത്തുള്ളൂ ആദ്യ താളത്തിൽ. ഇനി 5 വിരലും വെച്ച് 5, 6 വീശുക, 7 അടിക്കുക, 8 വീശുക. ഒന്നുകൂടി പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7, 8 അക്ഷരം. ഇനി നമുക്ക് ഈ 8 അക്ഷരമുള്ള താളത്തിൽ ആദ്യ താളത്തിൽ ആരോഹണം അവരോഹണം 4 കാലം പാടി നോക്കാം. സാ രേ ഗ മാ പാ ധാ നീ സാ സാ നീ ധാ പാ മാ ഗ രേ സാ. ഇതാണ് ഒന്നാം കാലം. ഇനി രണ്ടാം കാലം കുറച്ചുകൂടെ സ്പീഡിൽ ഓരോ അടിയിലും വിരലിലും ഈ 2 അക്ഷരം വെച്ച് പാടണം. സാ രേ ഗ മ പ ധ നീ സാ സാ നീ ധാ പ മാ ഗ രേ സാ. അടുത്തത് മൂന്നാം കാലം. ഓരോ അടിയിലും വിരലിലും 4 അക്ഷരം വെച്ച്. സ രേ ഗ മ പ ധ നീ സ സാ നീ ധാ പ മാ ഗ രേ സ. സ രേ ഗ മ പ ധ നീ സ സാ നീ ധാ പ മാ ഗ രേ സ. രണ്ടിനേക്കാളും സ്പീഡിലാണല്ലോ മൂന്നാം കാലം പാടിയത്. ഇനി അടുത്തത് നാലാം കാലം. ആരോഹണം മൊത്തത്തിൽ ഒരടിയിൽ വരും. ആരോഹണം അവരോഹണം. നല്ല സ്പീഡ് വേണം നാലാം കാലം പാടാൻ. സരി ഗ മ പ സരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രേ സ. സരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രേ സ. സരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രേ സ. സരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രേ സ.